വചനജായ 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 വചനജായ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യാത്രയെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ് നാം ഈ ഞായറാഴ്ച ശ്രമിക്കുന്നത്. യാത്രയ്ക്ക് പോകുന്നവരും അവരുടെ ലക്ഷ്യവും, യാത്രയ്ക്ക് നടുവിൽ അവരോടൊപ്പം ചേരുന്നവരും, കൂടെ ചേരുന്നവരിൽ നിന്ന് യാത്ര ചെയ്യുന്നവർ സ്വീകരിക്കുന്ന കാര്യങ്ങളുമൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളാണ്. യാത്ര മനുഷ്യൻ്റെ മനസ്സിനെ, ഹൃദയത്തെ കൂടുതൽ വിശാലമാക്കും. പുതിയ മനുഷ്യർ, പുതിയ സ്ഥലങ്ങൾ, പുതിയ സംസ്കാരങ്ങൾ, പുതിയ ഭാഷ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായി വരുന്നതാണ്. യാത്ര ചെയ്തിട്ടുള്ളവരിൽ അഗ്രഗണ്യനാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ. മാനെ നൊബിസ്കും ദോമിനെ, തൻ്റെ ചാക്രിക ലേഖനം, ദൈവമേ നീ ഞങ്ങളോടൊത്ത് വസിക്കുക. യാത്രയ്ക്കിടയിൽ ദൈവത്തെ ഒന്നുകൂടെ ഇരുത്തി ദൈവത്തിൻ്റെ മുൻപിൽ സ്വന്തം കഥകൾ പറയുന്ന ഒരു വിശുദ്ധൻ, തൻ്റെ കൂടെയുള്ളവരെക്കുറിച്ചുള്ള ആകുലതകൾ പങ്കുവയ്ക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. നിരാശയും സങ്കടവും രോഗവും ഒറ്റപ്പെടലും ഒക്കെ ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാലികമായ മറ്റൊരു പ്രശ്നം കൂടി മുന്നിൽ കാണുന്നത് നന്ന്. തൻ്റെ യാത്രകൾക്ക് നടുവിൽ, ജീവിതത്തിൻ്റെ യാത്രയുടെ വഴിയോരങ്ങളിൽ, നിശബ്ദതയിൽ, ബഹളങ്ങളിൽ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞവനാണ്. ഈ ദിനങ്ങളിലൊക്കെ വാർത്താമാധ്യമങ്ങളിൽ, സോഷ്യൽ പ്ലാറ്റ്ഫോമിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളുണ്ട്. ഒരു പരിധിവരെയെങ്കിലും കേരളത്തിൻ്റെ അഭിമാനമായി നിന്ന സന്തോഷ് കുളങ്ങര. ഒത്തിരി യാത്ര ചെയ്ത മനുഷ്യനാണ്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനുമാണ്. പക്ഷേ തെറ്റിപ്പോയത് യാത്രയ്ക്ക് നടുവിൽ തൻ്റെ കൂടെ സഞ്ചരിക്കുന്ന, തന്നെ സംരക്ഷിക്കുന്ന, തന്നോടൊപ്പം ആയിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ മറന്നുപോയി. ഒന്ന് കൂട്ടിച്ചേർത്ത് വായിക്കുകയാണ്. ജെറൂസലേമിൽ നിന്ന് 2 പേർ എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നിരാശയുടെയും ഒറ്റപ്പെടലിൻ്റെയും ഒരുപക്ഷെ ഒരല്പം വെറുപ്പിൻ്റെയും കണിക അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കണം. കാരണം വാക്ക് തന്നവൻ കടന്നുപോയപ്പോൾ, അതും ഏറ്റവും മോശമായ രീതിയിൽ കടന്നുപോയപ്പോൾ എങ്ങനെ നിരാശപ്പെടാതിരിക്കും? ഈ ഒരു ദിനം ഈ യാത്രയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കാം. എമ്മാവൂസിലേക്കുള്ള ഈ പാത ജെറൂസലേമിൽ നിന്നാണ്. ഏതാണ്ട് 7 മൈലോളം യാത്രയുണ്ട്. ഈ 7 മൈലോളമുള്ള യാത്രയെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ദൈർഘ്യമാണ്. എൻ്റെ ഈ ജീവിതം ഭയത്തിൻ്റെയും നിരാശയുടെയും രോഗത്തിൻ്റെയും മോശമായ അവസ്ഥകളുടെയും ഒക്കെ ഒന്നായി മാറുമ്പോൾ പിന്നെ ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യമാണത്. യാത്ര ചെയ്യുമ്പോൾ നിരാശയിലും ഏകാന്തതയിലും മ്ലാനതയിലുമൊക്കെ വീണു പോകുമ്പോൾ ദൈവത്തിനവിടെ എന്താണ് സ്ഥാനമുള്ളത്? അവൻ നിൻ്റെ കൂടെ ഉണ്ട്. നിൻ്റെ വേദനകൾ പറഞ്ഞ് നീ ഒറ്റയ്ക്കിങ്ങനെ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവനെ ശ്രദ്ധിക്കുവാൻ സാധിക്കണം. അവൻ നിൻ്റെ ഉള്ളിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ തിരിച്ചറിയുവാനൊന്ന് സാധിക്കണം. ആരോഗ്യകാര്യത്തിൽ ഒത്തിരി ശ്രദ്ധ പതിക്കുന്നവരാണ് നാം കേരളീയർ. കുറച്ച് നാളുകളായിട്ട് ചിലപ്പോഴൊക്കെ നടക്കാൻ പോകുമ്പോൾ കാണുന്നൊരു കാര്യമുണ്ട്. സായാഹ്നങ്ങളിൽ റോഡിൽ പകലിനേക്കാൾ കൂടുതൽ ആളുകളുടെ തിരക്കാണ്. നടക്കുവാനായി, ഓടുവാനായി, ജോഗിങ്ങിനായിട്ട് ആരോഗ്യത്തെ പിടിച്ചു നിർത്തുവാൻ ശ്രദ്ധിക്കുന്ന മനുഷ്യർ.
അവർക്കൊരു ഭക്ഷണക്രമമുണ്ട്. ഈ ഭക്ഷണക്രമം കൃത്യമായി കാത്തു സൂക്ഷിച്ച് കൃത്യമായ ആരോഗ്യ പരിപാലനം നടത്തി അവർ മുന്നോട്ട് പോവുകയാണ്. നമുക്കൊരു ഭക്ഷണക്രമമുണ്ട് ദൈവവിശ്വാസിക്ക്. അനുദിനം ദൈവവചനം വായിച്ച് ധ്യാനിച്ച് അതിനനുസരിച്ച് ജീവിതത്തെ രൂപീകരിക്കുക. ആരോഗ്യത്തെ പിടിച്ചു നിർത്തുവാനുള്ള ഒരു വഴിയാണ് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞു നൽകുന്നത്. ഇപ്പറയുന്ന ശിഷ്യന്മാരും സംസാരിക്കുന്നത് വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷെ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ചെയ്യുന്ന രീതികളുണ്ടാവാം, കൃത്യമായിട്ട് ചെയ്യേണ്ട രീതികളുണ്ടാവാം. ഞാൻ ജീവിക്കുന്ന എൻ്റെ വഴികൾ നല്ലതാണെന്ന് ഞാൻ കരുതുമ്പോഴും അതെപ്രകാരം എന്നെയും എൻ്റെ കൂടെയുള്ളവരെയും സ്വാധീനിക്കുന്നു എന്നറിയുന്നത് നന്ന്. ഇത് ആരോഗ്യത്തിൻ്റെ മറ്റൊരു വശമാണ്. ശാരീരികമായ നിൻ്റെ ആരോഗ്യത്തെ നീ കാത്തു സൂക്ഷിക്കുവാൻ ശ്രമിക്കുമ്പോൾ ആത്മീയമായ നന്മയുടെ ആരോഗ്യത്തിൻ്റെ വശങ്ങളെ സൂക്ഷിക്കുവാൻ നീ ശ്രദ്ധിക്കുന്നുണ്ടോ? ആരോഗ്യം സൂക്ഷിക്കണമെങ്കിൽ ഉള്ളിൽ വചനമുണ്ടായിരിക്കണം. നിത്യേനയുള്ള നിൻ്റെ ആരോഗ്യത്തിൻ്റെ പട്ടികയിൽ നീ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ വചനം കൂടി ചേർത്ത് വയ്ക്കണം. രാവിലെയും വൈകുന്നേരവും നീ വായിക്കുന്ന വചനങ്ങൾ നിൻ്റെ ജീവിതത്തിൻ്റെ വാതായനങ്ങളുടെ ഓടാമ്പലുകളൊക്കെയായി മാറുന്ന നിമിഷങ്ങളാക്കണം അത്. ഇവിടെ നിന്നെ കുറച്ചുകൂടി നന്മയിലേക്ക് ഉയർത്തുവാൻ യേശുനാഥൻ ഈ വചനം നീ വായിക്കുമ്പോൾ അവൻ തന്നെ ദിവ്യകാരുണ്യമായി തീരുന്ന ഒരവസ്ഥയുണ്ട്. കാരണം ഇരുട്ടിലാണ് സഞ്ചാരം. ഇരുട്ടിൽ സഞ്ചരിക്കുമ്പോൾ, പ്രത്യേകിച്ചും മനസ്സ് കലുഷിതമായി നിൽക്കുമ്പോൾ, ചരിക്കുന്ന പാദങ്ങൾക്ക് ധൈര്യമുണ്ടാവണമെന്നില്ല, തീരുമാനങ്ങൾക്ക് ശക്തിയുണ്ടാവണമെന്നില്ല, ബോധ്യങ്ങൾ യാഥാർത്ഥ്യമായിരിക്കണമെന്നില്ല. യാത്ര അന്ധകാരത്തിലാണ്. അങ്ങനെയാവുമ്പോൾ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന നീ ഉള്ളിലൊരു പ്രകാശമുണ്ടായിരിക്കണം. അതാണ് ഈ കൂടെ നടക്കുന്ന ദൈവം. നിന്നോടൊപ്പം നീ അറിയാതെ സഞ്ചരിക്കുന്ന ദൈവം ഇതാണ്. ഈ ദൈവത്തെ തിരിച്ചറിയണമെങ്കിലുള്ള വഴി സഭ പഠിപ്പിക്കുന്നുണ്ട്. അത് കുമ്പസാരമാണ്. കുമ്പസാരത്തിലൂടെ നിൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ ദൈവത്തിനോട് ഏറ്റുപറഞ്ഞ് അവനിലേക്ക് ഒന്നാകുവാൻ, അവൻ്റെ പ്രകാശത്തിൽ ചരിക്കുവാൻ നീ തയ്യാറാവുമ്പോൾ അവൻ നിനക്ക് വേണ്ടി ഒരൾത്താരെ ഒരുക്കും. അവനെ മുറിച്ചു നൽകുവാൻ, നിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുവാൻ, നിൻ്റെ ജീവിതത്തെ സംരക്ഷിക്കുവാൻ. അതായിരിക്കണം നിൻ്റെ യാത്രയിൽ നീ എടുക്കേണ്ട ദൈവത്തിൻ്റെ സാന്നിധ്യവും പ്രകാശവും. മറ്റൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഭവനങ്ങളിലേക്ക് ഈ ദൈവത്തെ സ്വീകരിക്കുവാൻ നാം തയ്യാറാകണം. നമ്മുടെ ഭവനങ്ങളിൽ ഈ ദൈവം വസിക്കണം. ദിവ്യബലിയിൽ പങ്കെടുക്കുന്നവരാണ് നാമൊക്കെ, കൂദാശകൾ സ്വീകരിക്കുന്നവരുമാണ്. എന്നാൽ ഈ ദിവ്യബലിയും കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ ഈ ദൈവത്തെ നമ്മോടൊപ്പം കൂട്ടുവാൻ നാം തയ്യാറാകുന്നുണ്ടോ? പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഈ ദൈവത്തെ ഉപേക്ഷിക്കും സ്വന്തമായ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി. മാതാപിതാക്കൾ മക്കളെയും കൊണ്ട് യാത്ര പോകുമ്പോൾ യാത്രയ്ക്ക് നടുവിൽ സ്വന്തമായ ആവശ്യങ്ങൾ വരുമ്പോൾ അവരെ ഉപേക്ഷിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ മക്കൾ നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ. അതല്ല എങ്കിൽ മക്കൾ സ്വന്തമായ കാര്യങ്ങൾക്ക് വേണ്ടി യാത്രയ്ക്ക് നടുവിൽ മാതാപിതാക്കളെ എവിടെയെങ്കിലുമൊക്കെ ഉപേക്ഷിച്ച് തിരികെ സ്വസ്ഥമായെന്നുള്ള രീതിയിൽ വീട്ടിലേക്ക് പോരുമ്പോൾ. നമ്മുടെ ഭവനങ്ങളിൽ ദൈവം വസിക്കണം. അൾത്താരയിൽ മുറിക്കപ്പെട്ട് നീ സ്വീകരിക്കുന്ന ഈ ദൈവത്തെ നിൻ്റെ കൂടെ കൂട്ടുവാൻ, ദൈവമേ എന്നോടൊപ്പം എൻ്റെ ഭവനത്തിൽ വസിക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കുമ്പോഴാണ് നിൻ്റെ കുടുംബത്തിലും നിൻ്റെ ജീവിതത്തിലും നന്മയുണ്ടാകുന്നത്. നമ്മുടെ ഭവനങ്ങളിൽ ദൈവം വസിക്കണം. ദൈവം കൂദാശ സ്വീകരണത്തിന് ശേഷം വഴിയിൽ ഉപേക്ഷിക്കപ്പെടേണ്ട ആളല്ല. അവനെ കൂടെ കൂട്ടണം. ആരും അന്യരല്ലാതായി മാറുന്ന ഭവനങ്ങൾ നമുക്കുണ്ടാവണം. ഭവനങ്ങളിൽ പരസ്പരം മാറി നിൽക്കുന്നവർ ദൈവ സാന്നിധ്യത്തിൽ ഒന്നായിത്തീരുമ്പോൾ ഇതാണ് ദൈവത്തോടൊപ്പമുള്ള ഒരു തിരിച്ചുവരവ്. അവനെ നീ ക്ഷണിക്കണം. ഒരു ചോദ്യം ഇവിടെയുണ്ട്. നിൻ്റെ ജീവിതത്തിൻ്റെ ഇപ്പറയുന്ന മങ്ങിയ വെളിച്ചത്തിൻ്റെ, ഇരുളിൻ്റെ, ദുഃഖങ്ങളുടെ, രോഗത്തിൻ്റെയൊക്കെ നടുവിൽ നീ ആരെയാണ് നിൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത്? ആരോടാണ് നീ നിൻ്റെ സങ്കടങ്ങൾ പറയുന്നത്? യാത്ര ചെയ്തു പോകുന്ന ശിഷ്യന്മാർ സങ്കടങ്ങളാണ് പറയുന്നത്, നിരാശയാണ്. ആകെ കലുഷിതമായ അവസ്ഥ അവർ യേശുവിനോട് വിവരിക്കുമ്പോൾ യേശു വചനങ്ങളുടെ അടിസ്ഥാനത്തിന്മേൽ നിന്നുകൊണ്ട് ജീവിതത്തെക്കുറിച്ച് ശക്തമായ ഭാഷയിൽ സംസാരിക്കുകയാണ്. അങ്ങനെയാവുമ്പോൾ അതെപ്രകാരം ദൈവത്തിൻ്റെ ഭാഗമായി മാറും? ജീവിതയാത്രകൾ ഇവിടെ സംഭവിക്കുന്നതെല്ലാം സായാഹ്നത്തിലാണ്. സായാഹ്നത്തിൽ നടക്കുന്ന ജീവിതയാത്രകൾ എപ്പോഴുമാകാം.
60 സ്ഥാദിയോൺ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ദൈർഘ്യമാണെങ്കിൽ ഈ 60 സ്ഥാദിയോൺ തീരുന്നത് എപ്പോഴും ആവാം. ഈ ദിനങ്ങളിലൊക്കെ കേൾക്കുന്ന കാര്യങ്ങളാണിത്. സംസാരിച്ചു കൊണ്ടിരുന്ന അയാൾ പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വന്ന് താഴേക്കൊന്ന് വീഴുന്നു. ആംബുലൻസ് എത്തുന്നതിന് മുൻപ് ആൾ മരിക്കുന്നു. ജോലി ചെയ്യുന്നവർ പെട്ടെന്നുരുണ്ട് വീഴുന്നു, അവർ അവിടേക്കിരുന്ന് മരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൻ്റെ ദൈർഘ്യം ഈ 60 സ്ഥാദിയോണാണെങ്കിൽ അതെപ്പോൾ വേണമെങ്കിലും തീരാം. നീ പുതിയ പ്രകാശത്തിലേക്ക് യാത്ര ചെയ്യണം. ഈ 60 സ്ഥാദിയോൺ നീ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ഓർക്കുക, ഇതൊരു തിരികെ പോക്കാണ്. ആയിരുന്ന അവസ്ഥയിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് വന്ന് ശിഷ്യത്വം സ്വീകരിച്ചിട്ട് ഒരു നിരാശയുടെ അവസ്ഥ വന്നു കഴിയുമ്പോൾ ആ ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നീ വീണ്ടും പഴയ അവസ്ഥകളിലേക്ക് പോകുമ്പോൾ ഈ തിരിച്ചുപോക്കിൽ നിനക്ക് നഷ്ടപ്പെടുന്നത് നിൻ്റെ ജീവിതവും നിൻ്റെ ജീവനും നിൻ്റെ ജീവിതത്തിലെ പ്രകാശവും സന്തോഷവുമാണ്. ഇവിടെയാണ് ദൈവം നിൻ്റെ കഥകൾ കേൾക്കുവാനായി നിന്നോടൊപ്പം ചേരുന്നത്. പ്രിയപ്പെട്ടവരെ, കഥ പറയാം ദൈവത്തിനോട്. നിൻ്റെ ജീവിതയാത്രയിൽ നീ അനുഭവിച്ച കാര്യങ്ങളുടെ കഥ, നിൻ്റെ സന്തോഷത്തിൻ്റെയും സങ്കടങ്ങളുടെയും കഥ, ജീവിതത്തെക്കുറിച്ചുള്ള നിൻ്റെ സ്വപ്നങ്ങളും നിൻ്റെ നഷ്ടസ്വപ്നങ്ങളും നിനക്ക് സംസാരിക്കാം. നിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും നിൻ്റെ രോഗത്തെക്കുറിച്ചും നിനക്ക് സംസാരിക്കാം. നിൻ്റെ സമാധാനത്തെക്കുറിച്ചും സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയെക്കുറിച്ചും സംസാരിക്കാം. നിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നിൻ്റെ മോശമായ അവസ്ഥകളെക്കുറിച്ചും നിനക്ക് സംസാരിക്കാം. കാരണം അവൻ കേൾക്കാൻ സന്നദ്ധനാണ്. ഇതെല്ലാം കേട്ടതിന് ശേഷം അവൻ പിടിച്ച് നിന്നെ കൂടെ ഇരുത്തിയിട്ട് നിനക്ക് മുൻപിൽ അവനൊരു അൾത്താരയൊരുക്കും. അൾത്താരയിന്മേൽ അവൻ തന്നെ ബലിയർപ്പിച്ച് നിനക്ക് വേണ്ടി പങ്കുവയ്ക്കും. അവൻ പറയും, ഭയപ്പെടേണ്ട, അവസാനം വരെ ഞാൻ നിന്നോട് കൂടെയുണ്ട്. തമ്പുരാൻ്റെ കരങ്ങളിൽ ഈ പ്രാർത്ഥന നമുക്കൊന്ന് സമർപ്പിക്കാം. ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ നിമിഷങ്ങളിൽ, നിരാശയുടെയും രോഗത്തിൻ്റെയും സങ്കടങ്ങളുടെയും നിമിഷങ്ങളിൽ, ജീവിതം കൈവിട്ടു പോകുന്ന നിമിഷങ്ങളിൽ നിന്നെ ഉപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്യുമ്പോൾ നീ ഞങ്ങളോടൊപ്പമായിരിക്കുന്നുവെന്ന് തിരിച്ചറിയുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നീ നൽകണമേ. നിന്നെ ക്ഷണിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഭവനത്തിലേക്ക്, നിനക്കായി ഒരു അൾത്താരയൊരുക്കുവാൻ, നീ മുറിക്കപ്പെടുമ്പോൾ നീ നൽകുന്ന നിൻ്റെ ജീവനെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ, അങ്ങനെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ നിൻ്റെ പ്രകാശത്തിൽ മറുകരയിലേക്ക് നിന്നോടൊപ്പം സഞ്ചരിക്കുവാൻ ഈശോയെ, ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ആമേൻ. വചനജായ 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 വചനജായ